ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസൈൻ ദ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ദ ബീം ഫോർ ഷിയർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തിയറിയും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷിയർ ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് സ്പേസിംഗ് ബിറ്റ്വീൻ സ്റ്റിറപ്സ്. ഷിയർ ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? സ്പേസിംഗ് ബിറ്റ്വീൻ ദ സ്റ്റിറപ്സിൻ്റെ ഇടയിലുള്ള സ്പേസിങ്ങിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷിയർ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെയാണ് നമ്മളിങ്ങനെ ഒരുപാട് സ്റ്റിറപ്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റിറപ്സിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷിയർ ഡിസൈൻ എന്ന് പറയുന്നത്. Shear is a word used for forces that work perpendicular to the longitudinal axis of RC beam. അതായത് ഷിയർ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? ഒരു ഫോഴ്സാണ്. അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ദ ബീമിനോട്, അതായത് ഈ ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഷിയർ എന്ന് പറയുന്നത്. ആ ഷിയറിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോമൺലി ഷിയർ ഫോഴ്സസ് ആർ മാക്സിമം അറ്റ് സപ്പോർട്ട്. ഷിയർ ഫോഴ്സ് മാക്സിമം വരുന്നത് സപ്പോർട്ടിലാണ് മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേനും 0 വാല്യൂ ആയിരിക്കും. സെൻറ്റർ ആകുമ്പോഴത്തേനും 0 വാല്യൂ ആണ് ഉണ്ടാവുക. സോ സെൻറ്ററിൽ സ്പേസിങ് എന്താണ്? കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. സൈഡിലേക്ക് സ്റ്റിറപ്സ് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് ഒക്കെ കാണുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും. സെൻറ്ററിൽ എന്താണ്? സ്റ്റിറപ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ച് ഹൈ ആയിരിക്കും കമ്പയറിങ് വിത്ത് സപ്പോർട്ട്സിൽ. ദെൻ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഹാസ് ടു ബി പ്രൊവൈഡഡ് എഗൈൻസ്റ്റ് ഡയഗണൽ ടെൻസൈൽ സ്ട്രെസ്സസ് കോസ്ഡ് ബൈ ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് ഉണ്ടാക്കുന്ന ഡയഗണൽ ടെൻസൈൽ സ്ട്രെസ്സസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് കൊടുക്കുന്നത്? ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡയഗണൽ ടെൻസൈൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ഇതുപോലൊരു ബീമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഡിൽ ഇങ്ങനെ ഇതുപോലെ ക്രാക്കുകൾ ഇങ്ങനെ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഉണ്ടാവും. സെൻറ്ററിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള ക്രാക്കുകൾ ഉണ്ടാവും. ഇവിടെ ഈ സൈഡിലുണ്ടാവുന്ന ക്രാക്കുകളെയാണ് നമ്മൾ ഡയഗണൽ ടെൻസൈൽ ക്രാക്ക് എന്ന് പറയുന്നത്. ഈ സൈഡിലുണ്ടാവുന്ന ക്രാക്കിനെയാണ് നമ്മൾ ഡയഗണൽ ടെൻസൈൽ ക്രാക്കുകൾ എന്ന് പറയുന്നത്. ഈ ക്രാക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, താഴെ കൊടുക്കുന്നതോ മുകളിൽ കൊടുക്കുന്നതോ ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ കൊണ്ട് പറ്റില്ല. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റുകൾ കൊടുക്കും. ഓക്കെ, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റുകൾ കൊടുക്കും. The inclined shear crack starts at the bottom near the supports at approximately 45 degree and extends towards the compression zone. അതാണ് ഞാൻ പറഞ്ഞ ക്രാക്ക്. ഓക്കെ, ഇൻക്ലൈൻഡ് ഷിയർ ക്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റുകൾ കൊടുക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് എക്സാമിന് 2 മാർക്സിന് ചോദിക്കാറുണ്ട്, 6 മാർക്സിന് ചോദിക്കാറുണ്ട്, അല്ല പാർട്ട് സിയിലും ചോദിക്കാറുണ്ട്. ദ ഫോളോയിങ് 3 ടൈപ്സ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ആർ യൂസ്ഡ് ആർ വെർട്ടിക്കൽ സ്റ്റിറപ്സ്, ബെൻഡ് ബാർസ് എലോങ് വിത്ത് സ്റ്റിറപ്സ്, ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്. ഓക്കെ, ക്ലോസ് 40ൽ ഇതെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് 40 എന്താണ് വെർട്ടിക്കൽ സ്റ്റിറപ്സ് എന്ന് പറയുന്നത്? ദിസ് ആർ ദ സ്റ്റീൽ ബാർസ് വെർട്ടിക്കലി പ്ലേസ്ഡ് അറൗണ്ട് ദി ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് സ്യൂട്ടബിൾ സ്പേസിംഗ് എലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം. സ്റ്റീൽ ബാർസ് ആണ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? വെർട്ടിക്കലിയാണ് പ്ലേസ് ചെയ്യുന്നത് അറൗണ്ട് ഇത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ആരെയാണ് ചുറ്റി പിടിച്ചിട്ടാണ് പോണത്? ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റി പിടിച്ചിട്ട് അറ്റ് സ്യൂട്ടബിൾ സ്പേസിംഗ് എലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം. സ്യൂട്ടബിൾ സ്പേസിങ്ങിൽ ആ ബീമിൻ്റെ ലെങ്ത്ത് ത്രൂ ഔട്ടായിട്ട് കൊടുക്കുന്നുണ്ട് വെർട്ടിക്കൽ സ്റ്റിറപ്സ്. ദ ഡയമീറ്റർ വാരീസ് ഫ്രം 6 mm to 16 mm. നമ്മൾ കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് 6 mm 8 mm ഒക്കെയാണ്. The free ends of the stirrups are anchored in the compression zone of the beam to the hanger bar or compressive reinforcement. Depending upon the magnitude of shear force to be resisted, the vertical stirrups may be 1-legged, 2-legged or 4-legged and so on. It is desirable to use closely spaced stirrups for better prevention of the diagonal cracks. The spacing of stirrups near the supports is less compared to the spacing near the midspan since shear force is maximum at the support. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 1-legged, 2-legged, 3-legged എന്നൊക്കെ പറഞ്ഞു അല്ലേ? ആ 1-legged, 2-legged എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ലെഗ് മാത്രമേ ഇതിനകത്ത് കൂടി പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് സിംഗിൾ ലെഗ്ഡ് ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു ഭാഗമുണ്ട്. അപ്പോൾ 2-legged ആയി. ഇത് നോക്കിക്കേ, ഇത് 4-legged ആണ് അല്ലേ? 1 2 3 4. ഇപ്പോൾ 4-legged ആയി. ഇതോ
1 2 3 4 5 6 ലെഗ്ഡ് ആയി. ഇതാണ് ലെഗിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ 1 ലെഗ്ഡ് ആണോ 2 ലെഗ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ചൂസ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് അല്ലേ. 2 ലെഗ്ഡ് ആയിട്ടുള്ള സ്റ്റിറപ്സാണ് നമ്മൾ കോമൺ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലെഗിൻ്റെ കാര്യം അതാണ്. ഇനി പറയുന്നത് എന്താണ്, സ്റ്റിറപ്സ് ആങ്കർ ചെയ്യുന്നത് ഏത് സൈഡിലേക്കാണ്, കംപ്രസീവ് സോണിലേക്കാണ്. അതായത് മുകൾ വശത്തേക്കാണ് നമ്മൾ ഈ ഒരു ഭാഗം കെട്ടിവെക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെയാണ് ഇങ്ങനെ കെട്ടിവെക്കുന്നത്, ഈ ഒരു പോർഷനിലാണ് കെട്ടിവെക്കുന്നുണ്ടാവുക. ക്ലിയർ ആണോ? അപ്പോൾ ഇത് ഈ ഫിഗറിനകത്ത് ഇതുപോലെ കാണുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്തൊക്കെ നോക്കിക്കേ, എല്ലാം മുകൾ വശത്താണ്, ഇവിടെ മാത്രമാണ് താഴെ വരുന്നത്. അത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. കംപ്രസീവ് സോണിലേക്കാണ് എപ്പോഴും അതിൻ്റെ ബാറിനെ ക്ലോസ് ചെയ്യിപ്പിക്കുന്നത്. ദെൻ ബീമിനകത്ത് സപ്പോർട്ടിലാണ് മാക്സിമം ഷിയർ ഫോഴ്സ് ഉണ്ടാവുക. സോ ഇവിടെ എത്തുമ്പോഴത്തേനും സ്റ്റിറപ്സ് കുറച്ചുകൂടി അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക. കമ്പയറിങ് വിത്ത് മിഡ് സ്പാൻ എത്തുമ്പോഴത്തേനും എന്താണ്, കുറച്ച് സ്പേസ് ഉണ്ടാവും അവർക്കിടയിൽ കുറച്ചും കൂടി സ്പേസിങ് ഉണ്ടാവും ഇവർക്കിടയിൽ. Bend up bars along with the vertical stirrups. Some of the longitudinal bars in the beam can be bent up near the support where they are not required to resist bending moment. Bending moment is very less near the support. എന്താണ് bend up bars എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ബീമിനകത്തൊക്കെ താഴെയുള്ള ബാറിനെ തന്നെ മുകളിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതാണ് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ. ഇങ്ങനെയുള്ള ബാറുകളിനെയാണ് നമ്മൾ ബെൻഡ് അപ്പ് ബാർ എന്ന് പറയുന്നത്. സം ഓഫ് ദ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഇൻ ദ ബീം ക്യാൻ ബി ബെൻഡ് അപ്പ് നിയർ ദ സപ്പോർട്ടിന് നിയർ ആകുമ്പോഴാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, വേർ ദേ ആർ നോട്ട് റിക്വയർഡ് ടു റെസിസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റിന് ഇവിടെ റെസിസ്റ്റ് ചെയ്യാൻ, ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ് വരിക, 0 ആണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം ആണ്. ഇപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, സിംപ്ലി സപ്പോർട്ടറിൻ്റെ കേസിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. മാക്സിമം മിഡ് സ്പാനിലും 0 എൻഡിലുമാണ്. അപ്പോൾ ഇവിടെ ബെൻഡിങ് മൊമെൻറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ റീൻഫോഴ്സ്മെൻ്റ് ആവശ്യമില്ല. സോ അതിനെന്ത് ചെയ്യാം, മുകളിലേക്ക് നമുക്ക് വളച്ചിട്ട് കംപ്രസീവ് സോണിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. വേർ ദേ ആർ നോട്ട് റിക്വയർഡ് ടു റെസിസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റ് ഈസ് വെരി ലെസ് നിയർ ദ സപ്പോർട്ട്. ദസ് ബെൻഡ് ബാസ് റെസിസ്റ്റ് ഡയഗണൽ ടെൻഷൻ. ഇങ്ങനെ വെക്കുന്ന ബെൻഡ് ബാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡയഗണൽ ടെൻഷന് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽ നമ്പർ ഓഫ് ബാർസ് ആർ ടു ബി ബെൻഡ് അപ്പ് ഓൺ ബോത്ത് സൈഡ്സ് ടു മെയിൻറ്റെയിൻ സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഒരേപോലെയാണ് ബെൻഡ് ബാസ് ബെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ദ ബാസ് ക്യാൻ ബി ബെൻഡ് അപ്പ് അറ്റ് മോർ ദാൻ 1 point യൂണിഫോംലി അലോങ് ദി ലെങ്ത് ഓഫ് ദി ബീം. ഒന്നോ അതിലധികമോ പോയിൻറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെൻഡപ്പ് ചെയ്യാൻ പറ്റും. അത് യൂണിഫോമായിട്ട് രണ്ട് സൈഡും ഒരേപോലെ ചെയ്യാമെന്ന് മാത്രം. എത്ര ഡിഗ്രിയിലാണ് ബെൻഡപ്പ് ചെയ്യാറുള്ളത്, 45 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബെൻഡപ്പ് ബാസ്. കണ്ടോ, ഈ ബാർ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഈ ആംഗിളാണ് നമ്മൾ 45 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതാണ് ബെൻഡപ്പ് ബാർ. വെർട്ടിക്കൽ സ്റ്റിറപ്സ് കൊടുത്തിട്ടുണ്ട്. സ്പേസിംഗ് ആണ് ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂ SV സ്പേസിംഗ്. നെക്സ്റ്റ് വൺ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്. ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ആർ ആൾസോ പ്രൊവൈഡഡ് ജനറലി അറ്റ് 45 ഡിഗ്രി ഫോർ റെസിസ്റ്റിംഗ് ഡയഗണൽ ടെൻഷൻ. ഡയഗണൽ ടെൻഷന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ സ്റ്റിറപ്സിനെ കുറച്ചൊന്ന് ഇൻക്ലൈൻഡ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. ദേ ആർ പ്രൊവൈഡഡ് ത്രൂ ഔട്ട് ദി ലെങ്ത് ഓഫ് ദി ബീം. നോക്കുക, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ്, കണ്ടോ, ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്ലൈൻഡ് ബാസ് എന്ന് പറയുന്നത്. ഇത് ത്രൂ ഔട്ട് ബീമിന് ത്രൂ ഔട്ട് കൊടുക്കുന്നുണ്ടാവും. വെർട്ടിക്കൽ സ്റ്റിറപ്സ് ഒന്ന് ഇൻക്ലൈൻഡ് ചെയ്താൽ എന്താ അവസ്ഥ, അതേപോലെ ഈ ഇൻക്ലിനേഷൻ എത്രയാണ്, 45 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഷിയർ ഡിസൈൻ്റെ സ്റ്റെപ്പുകളാണ്. ഇപ്പോൾ ഷിയർ ഡിസൈൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ക്ലോസ് 40ലാണ് നമുക്ക് IS 456/2000 ക്ലോസ് 40ക്കകത്താണ് ഷിയർ ഡിസൈനിനെ കുറിച്ച് പറയുന്നത്. പേജ് നമ്പർ 72. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ക്ലോസ് 40ലാണ് എപ്പോഴും ഷിയർ ഡിസൈനിൻ്റെ എന്ത് കാര്യമാണെങ്കിലും അതിനകത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ നോമിനൽ ഷിയർ സ്ട്രെസ്. നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോമിനൽ ഷിയർ സ്ട്രെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോവി എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ടോവിയുടെ ഇക്വേഷൻ ഉണ്ട് VU/BD. ഇത് പറയുന്നത് ക്ലോസ് 40.1ലാണ്, എന്നുവെച്ചാൽ 40യുടെ അണ്ടറിലാണ് 40.1 ഉള്ളത്. താഴെ തന്നെയുണ്ട് ടോവി = VU/BD, where VU is the shear force due to design loads. ബീമിൻ്റെ മുകളിൽ വരുന്ന ലോഡ് കാരണം
ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എത്രയാണോ അത്രയാണ് എന്ത് പറയുന്നത് വി യു എന്ന് പറയുന്നത്. ബി ഡി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ മെമ്പർ, ഡി എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡെപ്ത്. ഇപ്പോൾ ടോ വി എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ ഷിയർ സ്ട്രെസ് ആണ്. ടോ വി ഈക്വൽ ടു വി യു ബൈ ബി ഡി. സെക്കൻഡ് സ്റ്റെപ്പ്, ഫൈൻഡ് ഡിസൈൻ ഷിയർ സ്ട്രെസ്. എന്താണ്? ഡിസൈൻ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. ഡിസൈൻ ഷിയർ സ്ട്രെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നൊട്ടേഷൻ ടോസി എന്നുള്ളതാണ്. ടോസിനെ കുറിച്ച് പറയുന്നത് ടേബിൾ 19 ടേബിൾ 19. ഡിസൈൻ ഷിയർ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന ഭാഗം ക്ലോസ് 40.2 ടേബിൾ 19 പേജ് നമ്പർ 73 ടേബിൾ 19 റെഫർ ചെയ്യാൻ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ്, കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് M20 ഗ്രേഡ് ആണോ, M25 ആണോ, M30 ആണോ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ദെൻ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ PT എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. P സഫിക്സ് T. PT ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? 100 AST ബൈ BD. AST എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ അല്ലേ. അപ്പോൾ 100 AST ബൈ BD. തേർഡ് സ്റ്റെപ്പ്, ഫൈൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്. ദാറ്റ് ഈസ് ടോസി മാക്സ്. റെപ്രസെൻറ്റേഷൻ ടോസി മാക്സ് ആണ്. ടേബിൾ 20 അതേക്കുറിച്ച് പറയുന്നത്. ക്ലോസ് 40.2.3 ഈ ടോസി മാക്സിനെ കുറിച്ച് പറയുന്നത്. അത് ആ ടേബിൾ 20 റെഫർ ചെയ്യാൻ നമുക്ക് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് മാത്രം മതി. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ടോസി മാക്സിൻ്റെ വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 73 ടേബിൾ 20 ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ്? ടോവി, ടോസി, ടോസി മാക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കമ്പയർ ദ എബോവ് വാല്യൂസ്. അതായത് ടോവി, ടോസി, ടോസി മാക്സ്. ഈ 3 കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 2 കണ്ടീഷൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ടോവി ലെസ് ദാൻ ടോസി, ടോവി ഗ്രേറ്റർ ദാൻ ടോസി. എല്ലായ്പ്പോഴും ടോസി മാക്സ് ആണ് മാക്സിമം വാല്യൂ ആയിട്ട് നിൽക്കേണ്ടത്. ഏതെങ്കിലും ഒരു കേസിൽ ടോസി മാക്സ് ടോവിനേക്കാളോ ടോസിനേക്കാളോ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ബീം റീഡിസൈൻ ചെയ്യണം ബൈ ചേഞ്ചിങ് ദ ഡെപ്ത് ഓഫ് ദ ബീം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 കണ്ടീഷൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. റീഡിസൈൻ എന്നുള്ള കണ്ടീഷൻ ടോസി മാക്സിനെ ബാധിക്കുമ്പോഴാണ്. ടോസി മാക്സ് മാക്സിമം എന്ന വാല്യൂന്ന് താഴെ പോകുമ്പോഴാണ്. ടോവിയോ ടോസിയോ ഏതെങ്കിലും ഒരെണ്ണം ടോസി മാക്സിനേക്കാൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് റീഡിസൈൻ വരുന്നത്. അല്ലാത്തതിൽ 2 കേസാണുള്ളത്. ഓർഡർ പഠിച്ചാൽ മതി. ടോവി, ടോസി, ടോസി മാക്സ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് വരുന്നുണ്ടെങ്കിൽ മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. അതല്ല ടോവി അല്പം ഗ്രേറ്റർ ആയിപ്പോയി ദാൻ ടോസിനേക്കാളും, അപ്പോഴും ടോസി മാക്സ് എന്താണ്? ഈ 2 വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസൈൻ ഷിയർ റീൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഇതാണ് കണ്ടീഷൻസ്. ഹിയർ ഇസ് അവർ ഫസ്റ്റ് കണ്ടീഷൻ, മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ്. ക്ലോസ് 40.3 ഇതേക്കുറിച്ച് പറയുന്നത്. ഓർഡർ ഇതായിരിക്കണം: ടോവി, ടോസി, ടോസി മാക്സ്. ഓക്കെ, അപ്പോൾ ഈ 40.3 തന്നെ പറയുന്നുണ്ട് ക്ലോസ് 26.5.1.6 റെഫർ ചെയ്യാൻ. ഈ ക്ലോസ് ഉള്ളത് പേജ് നമ്പർ 48 കേട്ടോ. മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് അവിടെ പറയുന്നത്. ASV ഡിവൈഡഡ് ബൈ BSV ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.87 FI, where ASV ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി സ്റ്റിറപ്സ് ലെഗ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് ഡയമീറ്റർ ഓഫ് ബാറാണോ അസ്യൂം ചെയ്യുന്നത് ആ ബാറിൻ്റെ ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ലെഗ്. എത്ര ഇഫക്റ്റീവ് ലെഗുകളാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഇപ്പോൾ 1 ലെഗ് ആണെന്നുണ്ടെങ്കിൽ, 1 ലെഗ്ഡ് സ്റ്റിറപ്സ് ആണെന്നുണ്ടെങ്കിൽ π/4 ഇൻറ്റു 5² ഇൻറ്റു 1. 2 ലെഗ്ഡ് സ്റ്റിറപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 2 ആവും. ഇപ്പോൾ നമ്പർ ഓഫ് ലെഗ്സ് ആണ് ഇൻറ്റു ചെയ്യേണ്ടത്. ASV കാണാൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റിറപ്സ് ലെഗ്സ് ആണ്. ഓക്കെ, B എന്ന് പറയുന്നത് എന്താണ്? ബ്രെഡ്ത്ത് ആണ്. SV എന്ന് പറയുന്നത് സ്പേസിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് FI ആണ്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ SV ആണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിയർ ഡിസൈൻ എന്ന് പറയുന്നത് സ്പേസിംഗ് ബിറ്റ്വീൻ സ്റ്റിറപ്സ് ആണ് നമുക്ക് കാണേണ്ടി വരിക എന്നുള്ളത്. സോ SV ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26.5.1.6 ഈ ഒരു ഇക്വേഷൻ കിടപ്പുണ്ട്. ഈ ഒരു ഇക്വേഷനിൽ നിന്നും SV കാൽക്കുലേറ്റ് ചെയ്യുക, സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ASV കാണുമ്പം ഈ 5 എന്ന് പറഞ്ഞ വാല്യൂ എന്താ വേണ്ടത്? ഇതിനകത്ത് ഒരു ഡയമീറ്റർ ഓഫ് ബാർ നമുക്ക് അസ്യൂം ചെയ്യാം. 6 mm 8 mm ഒക്കെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, പിന്നെ 2 ലെഗ്ഡ് ആണോ 1 ലെഗ്ഡ് ആണോ എന്നുള്ള കാര്യമൊക്കെ അസ്യൂം ചെയ്യാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് കണ്ടീഷൻ, ഡിസൈൻ ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് അല്ലേ. കണ്ടീഷൻ എന്താണ്? ടോവി ഗ്രേറ്റർ ദാൻ ടോസി ആൻഡ് ടോവി ആൻഡ് ടോസി ഷുഡ് ബി ലെസ് ദാൻ ടോസി മാക്സ്. ക്ലോസ് 40.4 ഇതേക്കുറിച്ച് പറയുന്നത്.
ഇത് നമുക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും കൊടുക്കാം. ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ എനി വൺ ഓഫ് ദ ഫോം. ഏതൊക്കെ ഫോംസാണ് നമുക്കുള്ളത്? വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആയിട്ട് കൊടുക്കാം, ബെൻഡ് അപ്പ് ബാർസ് എലോങ് വിത്ത് സ്റ്റിറപ്സ് കൊടുക്കാം, ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വെർട്ടിക്കൽ സ്റ്റിറപ്സ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അവിടെ തന്നെ ഇക്വേഷൻ ഉണ്ട്. വി യു എസ് ഈക്വൽ ടു 0.87 FI ASV ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എസ് വി. അതിനകത്ത് നിന്ന് എന്താ കാണേണ്ടത്? എസ് വിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എസ് വി ആണ് സ്പേസിങ് അല്ലേ. അപ്പോൾ വി യു എസ് ഈക്വൽ ടു 0.87 FI ASV ഡി ഡിവൈഡഡ് ബൈ എസ് വി. വി യു എസ് എന്ന് പറയുന്നത് തൊട്ട് മുകളിലത്തെ പാരഗ്രാഫിൽ ഇക്വേഷൻ കിടപ്പുണ്ട്, വി യു മൈനസ് ടോ സി ബി ഡി. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടേംസ് ആയിട്ട് നോക്കാം. വി യു എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പരിചയപ്പെട്ടതാണ്, ഷിയർ ഫോഴ്സ്. ദാറ്റ് ഷുഡ് ബി ഫാക്ടേർഡ്. ഓക്കെ, ദെൻ എ എസ് വി ടേം. എ എസ് വി എന്താണ്? π/4 ഇൻറ്റു 5². 5 എന്താണ്? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ബാറിൻ്റെ ഡയമീറ്റർ ആണ്, ഇൻറ്റു നമ്പർ ഓഫ് ലെഗ്സ്. 2 ലെഗ്ഡ് ആണോ 3 ലെഗ്ഡ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ദെൻ ഡി ഈക്വൽ ടു എന്താണ്? ഡെപ്ത് ഓഫ് ദ മെമ്പറാണ്. ബീം ആണെങ്കിൽ അതിൻ്റെ ഡെപ്ത് എത്രയാണ്? എസ് വി എന്താണ്? സ്പേസിംഗ് ആണ്. വി യു നമുക്കറിയാം. ടോസി എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ ഷിയർ സ്ട്രെസ് ആണ്. നമ്മൾ ടോസി കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ? കണ്ടുപിടിക്കുന്നത്, ടോസി കണ്ടുപിടിക്കുന്നത്, ടോസി മാക്സ് കണ്ടുപിടിക്കുന്നത്. അതിൽ ടോസിൻ്റെ വാല്യൂ ആണ്. ദെൻ ബ്രെഡ്ത്ത്, ഡെപ്ത്ത്. ഇതിനകത്തും എസ് വി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബെൻഡ് അപ്പ് ബാർസ് എലോങ് വിത്ത് സ്റ്റിറപ്സ്. സെക്കൻഡ് കണ്ടീഷനായിട്ട് പറയുന്ന കാര്യമാണ്. അതിനുള്ള ഇക്വേഷൻ ഇതാണ്. വി യു എസ് ഈക്വൽ ടു 0.87 FI ASV സൈൻ ആൽഫ. ഇതിനകത്ത് അറിയാത്ത ടേം അതാണ്, ആൽഫ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബെൻഡ് അപ്പ് ബാർ ആൻഡ് ദ ആക്സിസ് ഓഫ് ദ മെമ്പർ. നോർമലി 45 ഡിഗ്രിയാണ് കൊടുക്കുക. വി യു എസ് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് മുകളിലെ പാരഗ്രാഫിലുണ്ടായ ഇക്വേഷൻ, വി യു മൈനസ് ടോ സി ബി ഡി. ദെൻ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ആകുമ്പം വി യു എസ് ഈക്വൽ ടു 0.87 FI ASV ഡി ഡിവൈഡഡ് ബൈ എസ് വി ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ. അവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്. ദാറ്റ് ഇസ് നോർമലി എത്രയും നമ്മൾ കൊടുക്കുക? 45 ഡിഗ്രിയാണ്. വി യു എസ് ഈക്വൽ ടു വി യു മൈനസ് ടോ സി ബി ഡി. എക്സാമിന് സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്, ഡിസൈൻ സ്റ്റെപ്പ് ചോദിക്കുന്നുണ്ട്. വെർട്ടിക്കൽ സ്റ്റിറപ്സിൻ്റെ ഡിസൈനിങ് സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല, വെർട്ടിക്കൽ സ്റ്റിറപ്സ് വരെ എഴുതിയാൽ മതി. അതിനുശേഷം ഇനി പറയുന്ന സ്റ്റെപ്പുകൾ എഴുതാം. സ്റ്റെപ്പ് 5 മുതൽ മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് ചെക്ക് ചെയ്യണം. മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞല്ലോ, മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ടോസി മാക്സ് ഓർഡറിൽ വരികയാണെങ്കിൽ സെയിം തന്നെയാണ്. ചെക്ക് ഫോർ മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് ക്ലോസ് 40.3 പറയുന്നത്. അവിടെ നിന്ന് അത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങോട്ട്? 26.5.1.6 എ എസ് വി ഡിവൈഡഡ് ബൈ ബി എസ് വി ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.87 FI. എ എസ് വി ഈക്വൽ ടു π/4 5² ഇൻറ്റു നമ്പർ ഓഫ് ലെഗ്സ്. എ എസ് വിൻ്റെ ഏരിയ കാണാൻ. ദെൻ ബി ഈക്വൽ ടു ബ്രെഡ്ത്ത് ആൻഡ് എസ് വി ഈക്വൽ ടു സ്പേസിങ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ചെക്ക് ഫോർ മാക്സിമം സ്പേസിങ് ഓഫ് ഷിയർ റീൻഫോഴ്സ്മെൻറ്റ്. 26.5.1.5 ഈ ക്ലോസിൻ്റെ തൊട്ട് മുകളിലത്തെ ക്ലോസാണ് അത്. 26.5.1.6 പേജ് നമ്പർ 47 രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. 0.75 D 0.75 ഇൻറ്റു ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് മെമ്പർ ഓർ 300 mm. ഇപ്പോൾ നമുക്ക് 3 സ്പേസിങ്ങുകൾ കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ റീൻഫോഴ്സ്മെൻറ്റോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ എസ് വി ഈക്വൽ ടു എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിസൈൻ ഷിയർ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്പേസിങ് കിട്ടും. പിന്നെ ഇവിടെ 2 സ്പേസിങ് ഉണ്ട് അല്ലേ? ഇങ്ങനെ 4 സ്പേസിങ് കിട്ടും. ഇതിനകത്ത് നിന്ന് ലീസ്റ്റ് വാല്യൂ ഏതാണോ ആ വാല്യൂ ആണ് നമ്മൾ സ്പേസിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ എഴുതുക, പ്രൊവൈഡ് 5 mm ഡയാബാസ്. എത്രയാണോ നമ്മൾ ഡയമീറ്റർ അസ്യൂം ചെയ്യുന്നത് ആ ഡയമീറ്റർ ഓഫ് ബാർ വിത്ത് 2 ലെഗ്ഡ് സ്റ്റിറപ്സ്. ഇവിടെ നമ്പർ ഓഫ് ലെഗ്ഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. 2 ലെഗ്ഡ് ആണെങ്കിൽ 2 ലെഗ്ഡ്, 1 ലെഗ്ഡ് ആണെങ്കിൽ 1 ലെഗ്ഡ്. കോമൺലി 2 ലെഗ്ഡ് ആണ് ഓപ്റ്റ് ചെയ്യാറ്. 2 ലെഗ്ഡ് സ്റ്റിറപ്സ് വിത്ത് ലീസ്റ്റ് വാല്യൂ ഓഫ് സ്പേസിങ്. നമ്മൾ ഏത് സ്പേസിംഗ് ആണോ കൊടുക്കണേ അത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇതിങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് കേട്ടോ. 6 mm ഡയാബാസ്, 6 mm ഡയ, 2 ലെഗ്ഡ് സ്റ്റിറപ്പ്, 2 ലെഗ്ഡ് സ്റ്റിറപ്പ് അറ്റ് ഇപ്പോൾ 300 ആണ് സ്പേസിങ് വന്നു എന്ന് വെച്ചാൽ 300 mm
സ്പേസിങ് സെൻറ്റർ ടു സെൻറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ലാസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 6 mm ഡയ 2 legged stirrups അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. ഇതിനകത്ത് എന്തൊക്കെ ഡാറ്റാസാണ് കിട്ടുന്നത്? നമുക്ക് 6 mm കമ്പിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേന്ന് കിട്ടുന്നുണ്ട്, 2 legged ആണെന്ന് കിട്ടുന്നുണ്ട്. എന്താണ്, രണ്ട് കമ്പികൾക്കിടയിലുള്ള സ്പേസിങ് എത്രയാണ് വരുന്നത്? 300 mm ആണെന്നും കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫസ്റ്റ് പ്രോബ്ലം. ഈ പ്രോബ്ലം പിക്ക് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. A reinforced beam of span 5 meter is 250 mm wide and is 500 mm deep. That is effective. It has 4 bars of 22 mm as tensile reinforcement. The beam carries a load of 30 kN per meter inclusive of self weight. Design the beam for shear. Use M20 and FE 415 steel. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഗിവൺ ഡാറ്റാസ് എപ്പോഴും എടുത്തെഴുതണം എന്നുള്ളത്. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുന്നതിനായിരിക്കും നിങ്ങൾക്ക് 1 മാർക്സൊക്കെ ആൻസർ കീയിൽ തന്നിട്ടുണ്ടാവാം. സോ ഗിവൺ ഡാറ്റാസ്, എ റീൻഫോഴ്സ്ഡ് ബീം ഓഫ് സ്പാൻ 5 മീറ്റർ. ഇപ്പോൾ 5 മീറ്റർ സ്പാന് തന്നിട്ടുണ്ട് അല്ലേ, 5000 mm. ആൻഡ് ഡി ഈക്വൽ ടു എത്രയാണ്? ഇഫക്റ്റീവ് ഡെപ്ത്ത് 500 mm. രണ്ടും ഇഫക്റ്റീവാണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ബി ഈക്വൽ ടു 250 mm. AST തന്നിട്ടുണ്ട് 4 bars of 22 mm ആസ് ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ്. 4 × π/4 × 20 square, ദാറ്റ് ഈസ് 1516 mm square. ദെൻ W തന്നിട്ടുണ്ട് അല്ലേ, ലോഡ് തന്നിട്ടുണ്ട്. എവിടെ ലോഡ് തന്നത്? ദ ബീം ക്യാരീസ് എ ലോഡ് ഓഫ് 30 kN per meter ഇൻക്ലൂസീവ് ഓഫ് സെൽഫ് വെയ്റ്റ്. സെൽഫ് വെയ്റ്റ് അടക്കമാണ് 30 kN meter. അത് ഫാക്റ്റേർഡ് ആണോ അല്ലേ എന്നുള്ളത് സ്പെസിഫൈഡ് അല്ല. ഓക്കെ ദെൻ ഡിസൈൻ ദ ബീം ഫോർ ഷിയർ. ഷിയർ ഡിസൈൻ ആണ് ചെയ്യേണ്ടത്. M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. FI വാല്യൂ 415 ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ടോവി, ടോസി മാക്സ്, ഈ 3 അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ഏത് കണ്ടീഷനാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോവി കാണണം, ടോസി കാണണം, ടോസി മാക്സ് കാണണം. അപ്പോൾ ആദ്യം ടോവി കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? VU/BD എന്നുള്ളതാണ് ഇക്വേഷൻ. VU വേണം എന്നുണ്ടെങ്കിൽ ലോഡിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫാക്റ്റേർഡ് ലോഡിനെ ഫാക്ടറൈസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1.5 × ഗിവൺ ലോഡ്, ദാറ്റ് ഈസ് 30. 1.5 × 30, that is equal to 45 kN per meter. Then factored shear force SF, that is VU. W L/2. സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് വരുന്ന ഷിയർ ഫോഴ്സ് കാണാൻ എന്താ ചെയ്യുക? W L/2 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 45 × 5/2. ഞാൻ ഒരു വാല്യൂനെയും എന്ത് ചെയ്തിട്ടില്ല? കൺവേർട്ട് ചെയ്തിട്ടില്ല. 45 എന്നുള്ളത് kN per meter ആണ്, 5 എന്നുള്ളത് മീറ്ററിലാണ്. നമുക്ക് കിട്ടുന്നത് 112.5 kN എന്ന് കിട്ടും. ഓക്കെ, ഇനി അത്രയും kN ഇതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 112.5 × 10³ N അല്ലേ? ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ K പോകാൻ വേണ്ടി × 10⁻³ ചെയ്താൽ മതി. ദെൻ നോമിനൽ ഷിയർ സ്ട്രെസ് കാണണം. നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി ഈക്വൽ ടു വി ഹാവ് ദ ഇക്വേഷൻ VU/BD. ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയും ഡിയും MM-ലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിയും ഡിയും എന്തിലാണ്? MM-ലാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. സോ ഇതും എന്തിലായിരിക്കണം? ന്യൂട്ടൺ വാല്യൂലാണെങ്കിലാണ് നമുക്ക് Nm/mm² എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തുള്ള ഈ വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 112.5 × 10⁻³ ഡിവൈഡഡ് ബൈ 250 × 500. നമുക്ക് ആൻസർ കിട്ടുന്നത് 0.9 Nm² എന്ന് കിട്ടും. ഓക്കെ, ടോവി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ്? ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ടോസി കാണണം. ഏത് ടേബിളാണ് റെഫർ ചെയ്യേണ്ടത്? ടേബിൾ 19 ആണ് റെഫർ ചെയ്യേണ്ടത്. സോ ടേബിൾ 19 റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ PT അറിഞ്ഞിരിക്കണം. PT ഈക്വൽ ടു 100 AST/BD, ദാറ്റ് ഈസ് ഇക്വേഷൻ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 100 × AST ഈക്വൽ ടു എത്ര കിട്ടി? 1516 ഡിവൈഡഡ് ബൈ 250 × 500, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.21% എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ 1.5 ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ടേബിൾ റെഫർ ചെയ്യുമ്പോൾ അറിയാം ഇതിൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ ഏതാണ്? 1.5 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 1.5ഉം M20 ഗ്രേഡ് കോൺക്രീറ്റ് കൊടുക്കുകയാണെങ്കിൽ ടോസി ഈക്വൽ ടു 0.66 Nm/mm² എന്ന് നമുക്ക് കിട്ടും. ഓക്കെ,
ദെൻ മാക്സിമം ഷിയർ സ്ട്രെങ്ത് ടോസി മാക്സ് ടേബിൾ 20-ക്കകത്താണുള്ളത് അല്ലേ. ടോസി മാക്സ് ഈക്വൽ ടു ഫോർ M20 ഗ്രേഡ് കോൺക്രീറ്റ് ഈസ് 2.8 ന്യൂട്ടൺ പെർ mm². ദെൻ നമുക്ക് ഈ ഓർഡർ ഫിക്സ് ചെയ്യാൻ പറ്റും. വാല്യൂസ് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടോവി എന്ന് പറയുന്നത് 0.9 ആണ്. ടോസി എവിടെ 0.66 ആണ്. ദെൻ 2.8 ആണ്. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ വാല്യൂ. ടോവി ഈസ് ഗ്രേറ്റർ ദാൻ ടോസി. അപ്പോൾ ഓർഡർ ടോവി ടോസി ടോസി മാക്സ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ടോവി ഗ്രേറ്റർ ആയി മാറി അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഡിസൈൻ ഷിയർ റീൻഫോഴ്സ്മെൻ്റ് ആണ്. ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ക്ലോസ് 40.4-ലാണ് ഡിസൈൻ ഷിയർ റീൻഫോഴ്സ്മെൻ്റ് ഉള്ളത്. അവിടെ നമുക്കുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും മിക്ക ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. VUS ഈക്വൽ ടു VU മൈനസ് ടോസി BD എന്നുള്ള ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കുക. VUS ഈക്വൽ ടു VUൻ്റെ വാല്യൂ നമുക്കറിയാം, മൈനസ് ടോസീൻ്റെ വാല്യൂ അറിയാം BD 3000 ന്യൂട്ടൺ എന്ന് കിട്ടും. ദെൻ VUS ഈക്വൽ ടു ഇക്വേഷൻ ഇതാണ്. വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആകുമ്പോൾ 0.87 FI ASVD ഡിവൈഡഡ് ബൈ SV ഈക്വൽ ടു 0.87 FI ASVD ഡിവൈഡഡ് ബൈ VUS. യൂസിങ് 8 mm ഡയാ സിറപ്സ് വിത്ത് 2 legs, അതായത് 2 legged ആയിട്ടുള്ള സിറപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡയമീറ്റർ ഇസ് 8 mm ആണെന്നുണ്ടെങ്കിൽ ASV എത്രയാണ് കിട്ടുന്നത്? π/4 × 8² × 2 ദാറ്റ് ഈസ് 100.5 mm² എന്ന് കിട്ടും. സോ നമുക്ക് SVൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.87 FI ASVD ഡിവൈഡഡ് ബൈ VUS 604 mm എന്ന് കിട്ടും. ഡയറക്റ്റായിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അപ്പോൾ നമുക്ക് സ്പേസിങ് എത്ര കിട്ടി? 604 എന്ന് കിട്ടി. ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ 604 mm ആണ്. രണ്ട് കമ്പികൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 604 mm ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സിറപ്സിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷനാണ്. ഒരു സിറപ്പ് ഇങ്ങനെ, അടുത്ത സിറപ്പ് ഇങ്ങനെ, അടുത്തതിങ്ങനെ. അപ്പോൾ ഇവർക്കിടയിലുള്ള സ്പേസിംഗ് ആണ് നിങ്ങൾക്ക് 604 എന്ന് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം? ചെക്ക് ഫോർ മിനിമം സ്പേസിംഗ് ചെയ്യണം. അതിനെ പറയുന്ന ക്ലോസ് ഏതാണ്? ക്ലോസ് 26.5.1.6 ആണ്. ASV ബൈ BSV ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.87 FI. അതിനകത്ത് നമുക്ക് എന്താ കാണേണ്ടത്? ഈ SV ആണ് അല്ലേ, സ്പേസിങ്. അപ്പോൾ SVൻ്റെ ഇക്വേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ 0.87 FI ASV ഡിവൈഡഡ് ബൈ 0.4 B. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.87 415 100.5 ഡിവൈഡഡ് ബൈ 0.4 × 250 ദാറ്റ് ഈസ് 362 mm എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ചെക്ക് ഫോർ മാക്സിമം സ്പേസിങ് കൂടി ചെയ്യാം. ക്ലോസ് 26.5.1.5-ലാണ് ഇതേക്കുറിച്ച് പറയുന്നത്. രണ്ട് കണ്ടീഷനാണ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? 0.75D വാല്യൂ കൊടുക്കുമ്പോൾ 0.75 × 500 ദാറ്റ് ഈസ് 875 mm എന്ന് കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ 300 mm ആണ്. ഫ്രം ദ എബോവ് 4 വാല്യൂസ് ചൂസ് ദ ലീസ്റ്റ് വാല്യൂ. ഏതൊക്കെയാണ് ഈ 4 വാല്യൂസ്? ഫസ്റ്റ് കിട്ടിയ 604, പിന്നെ എന്താണ് 362, പിന്നെ ഒരു 875, പിന്നെ 300. ഈ 4 നിന്നും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ ആ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ SV ഈക്വൽ ടു 300 mm. ഹെൻസ് പ്രൊവൈഡ് 8 mm ഡയ 2 legged സിറപ്പ് വിത്ത് 300 mm സെൻറ്റർ ടു സെൻറ്റർ. ഇതാണ് ഫൈനൽ ആൻസർ. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിംഗ് സൈസ് 300 by 400 mm ബ്രാക്കറ്റിൽ ഇഫക്റ്റീവ് തന്നിട്ടുണ്ട് ആൻഡ് 6 meter സ്പാൻ സബ്ജക്റ്റഡ് ടു എ ലോഡ് ഓഫ് 40 kN per meter ഇൻക്ലൂഡിംഗ് സെൽഫ് വെയ്റ്റ്. ദ ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് 5 numbers of 20 mm dia bars. Concrete is M20 grade and steel is Fe 250. Design the shear reinforcement of the beam. Okay. Question clear ആണല്ലോ. ഇപ്പോൾ given datas എടുത്ത് എഴുതാം. B തന്നിട്ടുണ്ട് 300 mm ആണെന്നുള്ളത്, D തന്നിട്ടുണ്ട് 400 mm ആണെന്നുള്ളത്, that is effective. Then span തന്നിട്ടുണ്ട് 6 meter, that is 6000 mm. Then load, it is not factored load അല്ലേ. Load 40 kN per meter and tensile reinforcement consists of 5 numbers of 20 mm dia bars. So AST equal to 5 × π/4 × 20 square value fill ചെയ്യുക കേട്ടോ. FCK equal to 20 Newton per mm², FI equal to 250 Newton per mm². Then design the shear reinforcement. എങ്ങനെയാണ് ഷിയർ ഡിസൈൻ ചെയ്യുക? ടോവി ടോസി ടോസി മാക്സ് ഈ 3 വാല്യൂസ് കണ്ടുപിടിക്കുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക്
ഫാക്ടേഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. WU ഈക്വൽ ടു 1.5 × 40 ദാറ്റ് ഈസ് 60 kN/m. ഫോഴ്സ് കാണുക ദാറ്റ് ഈസ് WL/2. ഓക്കെ, WL/2 വാല്യൂസ് കൊടുക്കുക. 60 × 6 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 180 kN. ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 180 × 10³ ന്യൂട്ടൺ. ദെൻ നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി VU/BD ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബിയും ഡിയും MM-ലാണ്. ഇത് എന്തിൽ കൊടുക്കുക? ന്യൂട്ടണിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് Nm/mm² എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുള്ളൂ. കാരണം ടേബിൾ 19-ലും 20-ലും Nm² ഉള്ള വാല്യൂസാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന വാല്യൂ kN/mm² നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് കമ്പാരിസൺ ചെയ്യുമ്പം നമ്മളത് ശ്രദ്ധിക്കില്ല. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ് ഷുഡ് ബി ഇൻ ന്യൂട്ടൺ. ഡിസൈൻ ഷിയർ സ്ട്രെസ് കാണുക. ടോസി ടേബിൾ 19-ലാണുള്ളത്. അവിടെ നമുക്ക് വേണ്ട വാല്യൂ ഏതാണ്? പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ് PT. ദാറ്റ് ഈസ് 100 AST/BD. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ASTൻ്റെ വാല്യൂ 1570 അതാണോ കിട്ടിയേക്കണമെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. 100 × 1570 ഡിവൈഡഡ് ബൈ 300 × 400 ദാറ്റ് ഈസ് 1.31% എന്ന് കിട്ടും. M20 കോൺക്രീറ്റിനും 1.31% ഓഫ് സ്റ്റീലിനും ടോസി കിട്ടുന്നത് 0.682 Nm/mm² ആണ്. ഇൻ്റർപോളേറ്റ് ചെയ്താൽ മതി. മാക്സിമം ഷിയർ സ്ട്രെസ് ടോസി മാക്സ് ഈക്വൽ ടു ടേബിൾ 20 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുൻപുള്ള വാല്യൂ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഫോർ M20 കോൺക്രീറ്റ് ടോസി മാക്സ് ഈസ് 2.8 Nm/mm². സോ കണ്ടീഷൻ എന്താണ്? ടോവി ഗ്രേറ്റർ ആണ് ദാൻ ടോസിനേക്കാളും അല്ലേ. ടോവി നമുക്ക് വന്നേക്കുന്നത് 1.5 ആണ്. ടോസി വന്നേക്കുന്നത് 0.682 ആണ്. സോ ടോവി ഈസ് ഗ്രേറ്റർ ദാൻ ടോസി. രണ്ടും ടോസി മാക്സിനേക്കാളും ലെസ് ആണ്. സോ ഡിസൈൻ ഷിയർ റീൻഫോഴ്സ്മെൻറ്റ്. ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആൻഡ് വി ക്യാൻ ചൂസ് 6 mm ഡയാബാസ് വിത്ത് 2-legged സ്റ്റിറപ്സ് അല്ലേ. ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് നമുക്ക് വെർട്ടിക്കൽ സ്റ്റിറപ്സിൻ്റെ ഫോമിൽ കൊടുക്കാം. 2 ലെഗുള്ള 6 mm ബാർസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 8 mm ചൂസ് ചെയ്യാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഫ്രം ക്ലോസ് 40.4-ൽ നിന്നും നമുക്ക് VUSനുള്ള ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 0.87 FI ASV into D divided by SV, where SV equal to 0.87 FI ASV D divided by VUS. റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് അല്ലേ. ദെൻ VUS equal to VU minus TOSI BD ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. VU 180 × 10⁻³ എന്നുള്ളതായിരിക്കും. TOSI 0.682 300 × 400 98160 ന്യൂട്ടൺ എന്ന് കിട്ടും. ദെൻ ASV equal to π/4 × 6² × 2-legged സ്റ്റിറപ്സ് ആയതുകൊണ്ടാണ് 2 കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 56.52 mm² എന്ന് കിട്ടും. സോ SV ഈക്വൽ ടു എന്താണ്? ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 50.1 mm എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് ആസ് പെർ ഡിസൈൻ ചെയ്യുമ്പോൾ സ്പേസിംഗ് വരുന്നത്. ഇനി മിനിമം സ്പേസിംഗ് ചെക്ക് ചെയ്യണം. ക്ലോസ് ഏതാണ്? 26.5.1.6 ASV/BSV ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.87 FI. അതിനകത്തുനിന്ന് നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? SV ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ SV ഈക്വൽ ടു 0.87 FI ASV ഡിവൈഡഡ് ബൈ 0.4 B. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 102.44 mm എന്ന് കിട്ടും. മാക്സിമം സ്പേസിംഗ് ചെക്ക് ചെയ്യുക. ക്ലോസ് 26.5.1.5 പ്രകാരം. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ടാവും. 0.75 D 0.75 × 400 ദാറ്റ് ഈസ് 300 mm തന്നെ. രണ്ടാമത്തെ കണ്ടീഷനും 300 mm തന്നെ. ദെൻ നമുക്ക് ഈ 4 വാല്യൂസിൽ നിന്നും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 50.1 ആണ് ഡിസൈൻ വന്നത്. പിന്നെ SV കിട്ടിയത് 102, പിന്നെ 300, പിന്നെ 300. ഇതിനകത്ത് സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ഈസ് 50.1. 50.1-നെ ന്യൂമറിക്കലി ഈക്വൽ ടു 50 mm. ഓക്കെ, പ്രൊവൈഡ് 6 mm ഡയ 2-legged സ്റ്റിറപ്സ് അറ്റ് സ്പേസിംഗ് 50 mm സെൻറ്റർ ടു സെൻറ്റർ. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒക്ടോബർ 2019 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം 250 mm wide and 430 mm overall depth is subjected to a factored shear force of 45 kN at the support. Check the section for shear and design the shear reinforcement if necessary. Use FE 415 steel and M20 concrete. The beam is provided with the tensile steel reinforcement of 684 mm² and effective cover is 50 mm. ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഒരു ഇത്തിരി ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഗിവൻ B ഈക്വൽ ടു 250 mm, ഓവറോൾ ഡെപ്ത് ഈക്വൽ ടു 430 mm
ആൻഡ് ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് ഈസ് 45 kN. ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലോഡിനെയൊക്കെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഷിയർ ഫോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ദാറ്റ് ഈസ് 45 kN. ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 45 × 10³ N അല്ലേ? ദെൻ FI വാല്യൂ ഈസ് 415 Nm/mm². FCK ഈസ് 20 Nm/mm². AST നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് ബാർസ് ഒന്നും തരാണ്ട് തന്നിരിക്കുകയാണ്, 684 mm². D ഡാഷ് ഈസ് 50 mm. D ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? കവറിൻ്റെ വാല്യൂ ആണ് 50 mm എന്ന് പറയുന്നത്. സോ ഇഫക്റ്റീവ് ഡെപ്ത് എത്ര എടുക്കാം? 430 - 50 ദാറ്റ് ഈസ് 380 mm. ദെൻ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നോമിനൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? ടോവിൻ്റെ ഇക്വേഷൻ എന്താണ്? VU/BD. അപ്പോൾ VUൻ്റെ സ്ഥാനത്ത് ന്യൂട്ടണിലുള്ള വാല്യൂ കൊടുക്കുക, 45 × 10³ ഡിവൈഡഡ് ബൈ 250 × 380 ദാറ്റ് ഈസ് 0.474 Nm/mm². ഡിസൈൻ ഷിയർ സ്ട്രെസ് ടോസി എവിടെ നിന്നാണ് കിട്ടുന്നത്? ടേബിൾ 19 എന്നാണ് കിട്ടുന്നത്. ടേബിൾ 19 കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ വേണം. ദാറ്റ് ഈസ് 100 AST/BD. 100 × AST എന്ന് പറയുമ്പം 684 ഡിവൈഡഡ് ബൈ 250 × 380. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.72. ഇനി M20 ഗ്രേഡ് കോൺക്രീറ്റിനും 0.72നും കറസ്പോണ്ട് ആയിട്ടുള്ള ടോസി വാല്യൂ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് ഇൻ്റർപൊളേറ്റ് ചെയ്യണമെങ്കിൽ ഇൻ്റർപൊളേറ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. 0.72 കഴിഞ്ഞിട്ടുള്ള വാല്യൂ, നിയർ ബൈ വരുന്ന വാല്യൂ ഏതാണ്? 0.75 ആണ്. അപ്പോൾ 0.75% ആണെന്ന് വിചാരിക്കുക. സോ ടോസി ഈക്വൽ ടു 0.56 Nm/mm² എന്ന് എടുക്കാം. ദെൻ മാക്സിമം ഷിയർ സ്ട്രെസ് ടോസി മാക്സ് ടേബിൾ 20 റെഫർ ചെയ്യുക. ടോസി മാക്സ് ഫോർ M20 ഗ്രേഡ് കോൺക്രീറ്റ് ഈസ് 2.8 Nm/mm². ഇവിടെയുള്ള കണ്ടീഷൻ എന്താണ്? ടോസി മാക്സ്. ടോവി എത്രയാണ് വന്നത്? 0.474 വന്നു. ടോസി 0.56 വന്നു. ടോസി മാക്സ് 2.8 Nm/mm² ആണ്. ആ ഓർഡറിൽ തന്നെയാണ് അല്ലേ? ടോവി ലെസ് ദാൻ ടോസി ആണ്, ലെസ് ദാൻ ടോസി മാക്സ് ആണ്. ടോവിയും ടോസിയും ലെസ് ദാൻ ടോസി മാക്സ് തന്നെയാണ്. ഓക്കെ, സോ കണ്ടീഷൻ എന്താ വരിക? മിനിമം ഷിയർ റീൻഫോഴ്സ്മെൻ്റ് ആണ് ആസ് പെർ ക്ലോസ് 26.5.1.6. അപ്പോൾ അവിടെ പോയി നോക്കുക, പേജ് നമ്പർ 48 ആണെന്ന് തോന്നുന്നു. ASV ഡിവൈഡഡ് ബൈ BSV ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.87 FI. അസ്യൂമിങ് 6 mm ഡയാബാസ് 2 legged സ്റ്റിറപ്സ്. ASV എന്താ കിട്ടുന്നത്? 2 × π/4 × 6² ദാറ്റ് ഈസ് 56.54 mm². SVൻ്റെ ഇക്വേഷൻ ഇവിടെ നിന്ന് എടുക്കുക. SV ഈക്വൽ ടു ASV × 0.87 FI ഡിവൈഡഡ് ബൈ 0.4 B. ഓക്കെ, ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്നതാണ് ഇതൊന്ന് SV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ASV ഈക്വൽ ടു 56.54 × 0.87 × 415 divided by 0.4 × 250 that is 122.97 mm. 120 mm എന്ന് അസ്യൂം ചെയ്യാം, 120 mm ആക്കി എടുക്കാം. ഓക്കെ, എന്താ ഉള്ളത്? മാക്സിമം സ്പേസിങ്. മാക്സിമം സ്പേസിങ്ങിൻ്റെ ക്ലോസ് ഏതാണ്? ക്ലോസ് 26.5.1.5 അല്ലേ? അപ്പോൾ മാക്സിമം സ്പേസിങ്ങിന് 2 കണ്ടീഷനാണുള്ളത്, 0.75D ഓർ 300 mm. 0.75D എന്ന് പറയുമ്പം 0.75 × 380 ദാറ്റ് ഈസ് 285 mm, ദെൻ 300 mm. ദെൻ ചൂസ് മിനിമം വാല്യൂ ആസ് സ്പേസിങ് അല്ലേ? മിനിമം വാല്യൂ സ്പേസിങ് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 വാല്യൂസ്, അപ്പോൾ നമുക്ക് 3 വാല്യൂസ് ഉണ്ട്, 120, 285, 300. അപ്പോൾ 120 ആണ് സ്മോളസ്റ്റ് സ്പേസിങ്. ചൂസ് സ്പേസിങ് ആസ് 120. സോ പ്രൊവൈഡ് 6 mm dia 2 legged stirrups at 120 mm center to center. Okay, thanks for watching.